ഗൈസ്, സമയം പാതിരാത്രി, കുറ്റാക്കുറ്റിട്ട് ഈ വർഷം ഞാൻ ഷൂട്ട് ചെയ്യുന്ന ആദ്യത്തെ വീഡിയോ ആണ്. അതും നമ്മളുടെ നോ ഫിൽട്ടർ ഹബീബിയിൽ. യെസ് ഗൈസ്, എന്താണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്, പറയാൻ പോകുന്നത് എന്നുള്ളതല്ലേ. ന്യൂ ഇയർ ഒക്കെ അല്ലേ, കുറച്ച് ചില്ല് വൈബാകാന്ന് വിചാരിച്ചു. ഒരു വർഷം കഴിയുന്നു, ഒരു വയസ്സ് കൂടുന്നു. അത് കുറച്ച് പെയിൻഫുൾ ആയിട്ടുള്ള കാര്യമാണ്. എന്നിരുന്നാലും കുറച്ച് യോയോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് കൊച്ചിയിലെ ഒരു 5 സ്റ്റാർ സെറ്റപ്പിൽ തന്നെ ഒരു പരിപാടി, ഒരു DJ പാർട്ടി അറ്റൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. ഒരു ചൊല്ലുണ്ട് ഗൈസ്, ഏച്ച് കിട്ടിയാൽ മുഴച്ചു നിൽക്കും എന്ന് പറയുന്നത്. അതാണ് സംഭവിച്ചത്. ഞാൻ തന്തവൈബ് ആയതുകൊണ്ടാണോ അതോ ഇൻട്രോവേർട്ട് ആയതുകൊണ്ടാണോ എന്നറിയില്ല. സംഭവം, നമ്മൾ 8 മണിയായപ്പോൾ അവിടെ ചെന്നു, 9 മണിയായപ്പോൾ ബോറടിച്ചു, 10 മണിയായപ്പോൾ പാർട്ടിയും കഴിഞ്ഞ് തിരിച്ചു വന്നു. ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ അതാ തന്തവൈബ് അല്ലെന്ന് തോന്നുന്നു. കാരണം എൻ്റെ കൂടെ വന്നവർ എത്ര തന്തവൈബ് അല്ലായിരുന്നു, പക്ഷെ അവർക്കും ബോറടിച്ചു. ഐ തിങ്ക് ഇൻട്രോവേർട്ട് അത് തന്നെ കാര്യം. ഈ എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ആളുകൾ ചെയ്യുന്നത് പോലെ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആളുകൾ ചെയ്യാൻ പോയി ഇങ്ങനെ ഇരിക്കും. ഗെയ്സ്, ക്രിസ്മസ് ആയിട്ട് അപ്പുറത്തെ വീട്ടിലൊക്കെ നല്ല മിന്നിത്തിളങ്ങുന്നു. ഹായ് ഹായ്. ഒരാൾ എങ്ങനെയാണ് ഇൻട്രോവേർട്ടും എക്സ്ട്രോവേർട്ടും ആകുന്നതെന്നറിയാമോ? ഈ എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ആളുകൾ ചാർജ് ആകുന്നത് അവർ ഇങ്ങനത്തെ എന്തെങ്കിലും, ഇപ്പം ഒരു പാർട്ടിയോ അങ്ങനത്തെ ഹൈ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോഴായിരിക്കും എൻഡ് ഓഫ് ദ ഡേ അവർ ഹൈ ആകുന്നത്. പക്ഷേ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആളുകൾ എങ്ങനെയാണെന്നറിയാമോ? അവർ എത്ര പാർട്ടിക്ക് പോയാലും, എനിക്കും ഇങ്ങനത്തെ ചില വൈബ് അടിക്കാനൊക്കെ ഇഷ്ടമാണ്, പക്ഷേ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ ഒറ്റയ്ക്കിരിക്കുകയോ അല്ലെങ്കിൽ റിലാക്സ്ഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്താണ് ചാർജ്ഡ് ആകുന്നത്. അങ്ങനെ ഫിൽറ്ററുകളൊന്നും ഇല്ലാണ്ട് ഈ വർഷം ആരംഭിക്കുന്നു. അപ്പം ബൈ.